ചെമ്പനീർ പൂവിൻ്റെ വരാനിരിക്കുന്ന എപ്പിസോഡിലെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ താലിമാറ്റൽ ചടങ്ങെല്ലാം കഴിഞ്ഞു. നമ്മുടെ വർഷ ആഭരണങ്ങളെല്ലാം ഊരി മുറിയിൽ പെട്ടിയിൽ പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പൂമാലയൊക്കെ ഊരി കട്ടിലിൽ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ശ്രീകാന്തിനോട് പറയും, വാ ശ്രീകാന്തി നമുക്കൊന്ന് കറങ്ങിയിട്ടും വരാം എന്നൊക്കെ പറയുവാണ്. ശ്രീകാന്ത് സമ്മതിക്കുന്നില്ല. അമ്മ അമ്പലത്തിൽ പോണ കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു. കറങ്ങാനൊക്കെ പിന്നെ പോകാമെന്ന് പറയുമ്പോൾ വർഷ സമ്മതിക്കില്ല. ഇന്നൊരു ദിവസത്തെ ലീവല്ലേ ഉള്ളൂ, നമുക്ക് പുറത്തൊക്കെ പോയി ഒന്ന് കറങ്ങിയിട്ട് വരാം എന്ന് പറഞ്ഞ് വർഷ ശ്രീകാന്തിനെ നിർബന്ധിച്ച് പോകുവാണ്. ഈ ടൈമിൽ ഭാമ പുറത്തുനിന്ന് രേവതിയോട് പറയുന്നുണ്ട്, രേവതി നീ പോയി വർഷയെ വിളിച്ചോണ്ടും വാ, ചന്ദ്ര കുറേ നേരം അമ്പലത്തിൽ പോകാൻ വേണ്ടി വിളിക്കുന്നു എന്ന് പറയും. അപ്പോൾ രേവതി വർഷയെ വിളിക്കാൻ വേണ്ടി മുറി പോകുമ്പോൾ വർഷ അവിടെ കാണില്ല കേട്ടോ. ഇവർക്കൊന്നും അറിയില്ലല്ലോ വർഷയും ശ്രീകാന്തും കൂടി കറങ്ങാൻ പോയ കാര്യം. അപ്പോൾ നോക്കുമ്പോൾ വർഷയെന്ന് വിളിക്കുമ്പോൾ അവിടെ ആരെയും കാണത്തില്ല, മുറിയിലും ആരുമില്ല. അപ്പോൾ കട്ടിലിട്ടിരിക്കുന്ന പൂമാലയുടെ കൂട്ടത്തിൽ ഒരു ഗോൾഡ് ചെയിൻ കുടുങ്ങി കിടപ്പുണ്ടാവും. അപ്പോൾ രേവതി ഇത് കാണുമ്പോഴേക്കും അയ്യോ ഈ കുട്ടി എന്താ ഇങ്ങനെ കൂരിയിട്ട് പോയേക്കണം, ആരെങ്കിലും കണ്ട ഇതൊക്കെ എടുത്തോണ്ടും പോവില്ലേ, ഞാൻ ഇത് എടുത്ത് വർഷ ഏൽപ്പിക്കാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പൂമാലയിൽ നിന്നും അതൊക്കെ മാറ്റി കൈ പിടിക്കുന്ന ടൈമിൽ വർഷയുടെ അച്ഛൻ മുറിയിലോട്ട് കയറി വരുവാണ്. കയറി വരുന്നതും വർഷയുടെ അച്ഛൻ രേവതിയോട് ഒച്ചെടുക്കുകയെ എന്താടി നീ കാണിക്കുന്നതെന്ന് ചോദിക്കും. അപ്പോൾ രേവതി പറയും, ഈ പൂമാലയിൽ സ്വർണ്ണച്ചെയിൻ ഉടക്കി കിടക്കുന്നുണ്ടായിരുന്നു, ഞാനത് എടുക്കുമായിരുന്നു എന്ന് പറയുമ്പോഴേക്കും നീ എൻ്റെ മോളുടെ ചെയിൻ കട്ടെടുക്കാൻ വന്നവളല്ലേടി, മോഷ്ടിക്കാൻ നോക്കുവല്ലേടി നീ എന്നൊക്കെ പറഞ്ഞ് രേവതിയെ കള്ളിയാക്കുവാണ്. രേവതി സത്യാവസ്ഥ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും മധുസൂദനൻ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അയാൾ ഒരു അവസരം കിട്ടാൻ കാത്തിരിക്കുകയാണല്ലോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി വർഷയെ അവിടെ നിർത്താൻ വേണ്ടിയിട്ട്. അപ്പം മധുസൂദനൻ കിട്ടിയ അവസരം നല്ലോണം മുതലാക്കുവാണ്. നീ എൻ്റെ മോളുടെ സ്വർണ്ണച്ചെയിൻ മോഷ്ടിക്കാൻ വന്നവളാണ്, എടി മഹിമ ഇങ്ങോട്ട് വാടി എന്ന് പറയും. അപ്പം പുറത്തുനിന്ന് മഹിമ ബഹളം കേട്ട് ഓടി വരുമ്പോഴേക്കും പറയും, കണ്ടില്ലേ ഇവൾ എന്താ ഇവിടെ കാണിച്ചിരിക്കുന്നതെന്ന്, നമ്മുടെ മോളുടെ ചെയിൻ ഇവൾ മോഷ്ടിക്കാൻ നോക്കിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ രേവതി പറയും, അയ്യോ ഇല്ല ഞാൻ അങ്ങനെയൊന്നുമല്ല, ഈ പൂമാലയിൽ ഉടക്കിയത് ഞാൻ എടുക്കുമായിരുന്നു പറയുമ്പോൾ മഹിമയും രേവതിയെ കുറ്റപ്പെടുത്തുവേ, എന്താടി സ്വന്തക്കാരുടെ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെയാണോ ചെയ്യുന്നത്, മോഷ്ടിക്കലാണോ നിന്റെ സ്വഭാവം, നീ ആൾ കൊള്ളാലോ എന്നൊക്കെ പറഞ്ഞ് മഹിമയും കുറ്റപ്പെടുത്തുവാണ്. അപ്പോൾ ഒച്ചയും ബഹളമൊക്കെ കേട്ട് ചന്ദ്ര എല്ലാവരും കൂടി ആ മുറിയിലോട്ട് ഓടി വരും. അപ്പോൾ മഹിമ പറയും ചന്ദ്രനോട്, നോക്ക് നിങ്ങളുടെ മരുമോൾ എന്ത് പണിയാണ് ഇവിടെ നിന്ന് കാണിക്കുന്നതെന്ന് നോക്ക്, നമ്മുടെ മോളുടെ ചെയിൻ മോഷ്ടിക്കാൻ നോക്കി. ചന്ദ്ര നോക്കുമ്പോൾ രേവതിയുടെ കയ്യിൽ ചെയിൻ ഉണ്ടാവുകയെ. ചന്ദ്ര ഇങ്ങനെ നല്ലോണം തറപ്പിച്ച് നോക്കും രേവതിയെ. രേവതി പാവം കരഞ്ഞുകൊണ്ട്, ആരും വിശ്വസിക്കുന്നില്ലല്ലോ സത്യം പറഞ്ഞിട്ട്, ആ മുറിയിൽ നിന്നും ഓടുവാണ്. ഓടിപ്പോയി സച്ചിയെ കെട്ടിപ്പിടിച്ച് കരയും. സച്ചിയൊന്നും ആരും ഇതൊന്നും അറിഞ്ഞിട്ടില്ല. അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട്, എന്താ രേവതി എന്തിനാ കരയുന്നതെന്നൊക്കെ ചോദിക്കും. രവീന്ദ്രനും ചോദിക്കും, എന്താ പ്രശ്നം പറ, എന്ത് പറ്റി രേവതി എന്നൊക്കെ പറയുമ്പോഴേക്കും മഹിമയും മധുസൂദനനും കൂടിയൊക്കെ എല്ലാവരും കൂടി ആ മുറിയിൽ നിന്ന് ഇറങ്ങി വന്നിട്ട്, നിങ്ങളുടെ മരുമോള് കാണിച്ച പണി കണ്ടോ, പാവപ്പെട്ട വീട്ടിലെ പെണ്ണാണെങ്കിലും നല്ല സ്വഭാവമായിരിക്കും എന്ന് വിചാരിച്ചു, പക്ഷെ അവൾ ഇവിടെ വന്ന് മോഷ്ടിച്ചിരിക്കുന്നു, എൻ്റെ മോളുടെ ചെയിൻ മുറിയിൽ പോയി ആരുമില്ലാത്ത നേരം നോക്കി മോഷ്ടിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴേക്കും രവീന്ദ്രൻ പറയും, എൻ്റെ രേവതിക്ക് അങ്ങനത്തെ ശീലമൊന്നുമില്ല, അവൾ അങ്ങനെ മോഷ്ടിക്കത്തൊന്നുമില്ല, നിങ്ങൾ വെറുതെ ഓരോന്നും ഇല്ലാത്തതൊന്നും പറയരുതെന്ന് പറയും. അപ്പം അത് പറയും, പിന്നെ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാ ഇവൾ മോഷ്ടിക്കുന്നത്, വേണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഭാര്യനോട് ചോദിച്ചു നോക്കാൻ പറയുമ്പോൾ ചന്ദ്ര പറയും, ഞാൻ മുറിയിൽ പോയപ്പോൾ അവളുടെ കയ്യിൽ ചെയിൻ ഉണ്ടായിരുന്നു എന്ന് പറയും. അപ്പോൾ ഭാമയൊക്കെ പറയും, ചെയിൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് അവളത് മോഷ്ടിച്ചതാകുമോ, നിങ്ങൾ എന്താ ചന്ദ്ര ഇങ്ങനെയൊക്കെ പറയുന്നത്, രേവതി അങ്ങനെ മോഷ്ടിക്കുന്ന പെണ്ണല്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ മധുസൂദനം വിട്ടുകൊടുക്കില്ല, മധുസൂദനം പ്രശ്നം വലുതാക്കുവാണ്. പിന്നെ കട്ടെടുക്കില്ല, ഇവൾ കട്ടെടുക്കുന്നത് എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാ, ഞങ്ങളുടെ ബന്ധുക്കളൊന്നും ഇങ്ങനത്തെ സ്വഭാവമുള്ളവരല്ല, സ്വർണ്ണങ്ങളൊക്കെ എവിടെ കണ്ടാലും ഞങ്ങളുടെ ബന്ധുക്കൾ ആരും എടുക്കത്തൊന്നുമില്ല, കാരണം അവർക്കതിൻ്റെ ആവശ്യമില്ല, ഇവള് മുറിയിൽ ആരും ഇല്ലെന്ന് കണ്ട് അത് മോഷ്ടിക്കാൻ വേണ്ടി തന്നെ വന്നതാണെന്ന് പറയും. സച്ചി ഇതെല്ലാം കേട്ടിങ്ങനെ ക്ഷമയോടെ ഇരിക്കുവാണേ. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, രേവതി നീ എന്താ നടന്നതെന്ന് പറ, വെറുതെ ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കാതെ കാര്യം പറയാൻ പറയുമ്പോൾ രേവതി അവിടെ നടന്ന സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട്. വർഷയെ വിളിക്കാൻ വേണ്ടി ബാമാൻറ്റി എന്നെ വിട്ടായിരുന്നു, അപ്പോൾ വർഷ അവിടെ കണ്ടില്ല, കട്ടിലെ പൂമാലയുടെ കൂട്ടത്തിൽ സ്വർണ്ണ ചെയിനും കിടപ്പുണ്ടായിരുന്നു, അത് ഊരിയിട്ട് ഞാൻ വർഷയെ ഏൽപ്പിക്കാൻ വേണ്ടി എടുക്കുമായിരുന്നു, അപ്പോഴേക്കും വർഷയുടെ അച്ഛൻ മുറിയിലോട്ട് കയറി വന്ന് എന്നെ കള്ളിയാന്നൊക്കെ പറഞ്ഞ് ഒച്ച എടുക്കുവാന്ന് പറഞ്ഞു. അപ്പോൾ സച്ചി പറയും, കണ്ടോ ഇതാണ് സംഭവിച്ചത്, സാർ അങ്ങനെ കണ്ടതിൻ്റെ മിസ്റ്റേക്കാണ്, സാറിനെ കണ്ടപ്പോൾ ചിലപ്പോൾ അങ്ങനെ തോന്നിയിട്ടുണ്ടാവും, പക്ഷേ എൻ്റെ ഭാര്യ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറയുമ്പോഴേക്കും, പിന്നെ അവൾ അങ്ങനെയൊന്നും ചെയ്യില്ല, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ട കാര്യം അതേ ഞാൻ വിശ്വസിക്കുള്ളൂ, ഇവൾ കള്ളിയാണെന്ന് പിന്നെയും പറയുവാണ്. അപ്പോൾ സച്ചി പിന്നെയും പറയുന്നുണ്ട്, സാർ അങ്ങനെയല്ല സാർ എന്ന് പറയുമ്പോഴേക്കും മധുസൂദനൻ പറയും, നീ ആരാ ഇതൊക്കെ പറയാം, നീ ഏറ്റവും വലിയ ക്രിമിനലാണ്, നീ ഗുണ്ട അങ്ങനെയെന്നൊക്കെ പറഞ്ഞ് സച്ചിയെ കുറേ അപമാനിക്കുകയും മധുസൂദനൻ.
അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, നിങ്ങൾ വെറുതെ പ്രശ്നങ്ങൾ ഇങ്ങനെ ഒച്ചയെടുത്ത് വലുതാക്കല്ലേ, ഇത് ശരിക്കും അവൾ അങ്ങനെയൊന്നും ചെയ്യില്ല. എൻ്റെ രേവതി എന്ന് പറയുന്നത് പണിയെടുത്ത് അധ്വാനിച്ച് ജീവിക്കുന്നവളാണ്, അവൾക്ക് ഇങ്ങനത്തെ മോഷണ സ്വഭാവങ്ങളൊന്നും ഇല്ല എന്ന് പറയും. അപ്പോൾ കൂടിയിരിക്കുന്ന രവീന്ദ്രൻ്റെ കൂട്ടുകാരനും പറയും, രേവതി എന്ന് പറഞ്ഞാൽ തങ്കപ്പെട്ട പെണ്ണാണെന്ന് പറയും. അപ്പോൾ അയാൾ പറയും, പിന്നെ തങ്കപ്പെട്ട പെണ്ണ്, അതാണ് തങ്കം മോഷ്ടിച്ചുകൊണ്ടും പോകാൻ പോയത്. ഇവൾ രാവിലെ തൊട്ട് വർഷയുടെ കൂടെ പറ്റിക്കൂടി നിൽക്കുമായിരുന്നു ആഭരണങ്ങളൊക്കെ ശരിയാക്കി കൊടുക്കാനാണെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഈ സ്വർണ്ണച്ചെയിൻ ആ പൂമാലയിൽ ഉടക്കിയിട്ടിട്ടുണ്ടാവും. എന്നിട്ട് സന്ദർഭം കിട്ടിയപ്പോഴേക്കും അവൾ മുറിയിൽ കയറി അത് മോഷ്ടിക്കാൻ വന്നതാണ്, ഞാൻ കണ്ണുകൊണ്ട് കണ്ടതാ. ഇവൾ നിങ്ങളുടെ വീട്ടിൽ മരുമോളായി വന്ന കഥയൊക്കെ ഞങ്ങൾക്കറിയാം. ഇവളുടെ അനിയൻ തന്നെ നല്ല കള്ളനല്ലേ, നിങ്ങളുടെ വീട്ടിലെ ബൈക്ക് മോഷ്ടിച്ച സംഭവമായിട്ട് റിലേറ്റ് ചെയ്തിട്ടല്ലേ ഇവൾ നിങ്ങളുടെ വീട്ടിലെ മരുമോളായിട്ടൊക്കെ വന്നത്. അപ്പോൾ പിന്നെ ആ ഗുണങ്ങൾ ഇവക്കും കാണാണ്ടിരിക്കില്ല. ഇവളും കള്ളി, ഇവളുടെ അനിയനും കള്ളൻ, ഇവളുടെ വീട്ടുകാരും മൊത്തം കള്ളന്മാരാ. എങ്ങനെയാണോ നിന്നെ വീട്ടിലൊക്കെ പഠിപ്പിച്ച് വെച്ചിരിക്കുന്നതെന്നൊക്കെ കുറേ ഒച്ചെടുക്കുന്നുണ്ട്. സച്ചി അപ്പോഴും ക്ഷമയോടെ കേട്ടിരിക്കും. സാർ അങ്ങനെയൊന്നും പറയരുത്, എൻ്റെ ഭാര്യയെ കള്ളിയെന്നൊന്നും വിളിക്കരുതെന്ന് പറയുമ്പോഴൊന്നും ഇവർ കേൾക്കുന്നില്ല. മഹിമയും മധുസൂദനനും പ്രശ്നം അങ്ങോട്ട് വലുതാക്കുവാണ് നല്ലോണം. രവീന്ദ്രൻ ദേഷ്യം വന്ന് മധുസൂദനനോട് പ്രശ്നം ഉണ്ടാക്കാൻ പോകുമ്പോഴും സച്ചി പിടിച്ചു മാറ്റുന്നുണ്ട്. പക്ഷേ സച്ചി എന്നിട്ട് പറയും, സാർ ഒരാളെ കുറ്റപ്പെടുത്തുന്നതിന് മുമ്പ് അതിൻ്റെ പിറകിലുള്ള സത്യാവസ്ഥ മനസ്സിലാക്കണം എന്ന് പറയുമ്പോഴേക്കും മധുസൂദനൻ പറയും, ഓ സത്യാവസ്ഥ മനസ്സിലാക്കാൻ നടന്ന അതിൻ്റെ പുറകിൽ നീയും ഉണ്ടെന്ന് അറിയാൻ പറ്റും. ഭാര്യ കട്ടെടുക്കും, അത് വിറ്റിട്ട് നീ കള്ളും കുടിച്ച് നടക്കും, അതല്ലേ നിങ്ങളുടെ പരിപാടി. എനിക്കറിയാം, ഇവളിപ്പോൾ പുതിയതായിട്ട് നിനക്ക് കാറൊക്കെ മേടിച്ച് തന്നില്ലേ, അപ്പോൾ ഇനിയിപ്പോൾ പൈസക്കൊക്കെ ആവശ്യമുണ്ടാവും, അതിനും വേണ്ടിയിട്ടായിരിക്കും ഇവളിങ്ങനെ മോഷ്ടിച്ച് നടക്കുന്നത്. ഭാര്യയും ഭർത്താവും ചേർന്ന് നടത്തുന്ന പണിയാണ്. ഇങ്ങനെയാണോടി നിൻ്റെ വീട്ടിൽ നിനക്ക് പഠിപ്പിച്ച് വെച്ചിരിക്കുന്നതോടി കള്ളി രേവതി എന്നൊക്കെ മധുസൂദനൻ ഒച്ചെടുക്കുവാണ്. ഒരു പൂക്കട വെച്ചിട്ടുണ്ടല്ലോ, ആ പൂക്കടയൊക്കെ കൊണ്ടേ കള, എന്നിട്ട് നിങ്ങൾ തെരുവിലിറങ്ങി പിച്ചെടുക്ക്. ഏതായാലും ഭാര്യയ്ക്ക് പറ്റിയ ഭർത്താവെന്ന് പറയുമ്പോഴേക്കും സച്ചി നമ്മുടെ മധുസൂദനൻ്റെ മുഖത്തിട്ട് ഇടിക്കുവാണ്. നല്ല ഇടിയടിക്കും. പിന്നെ അങ്ങോട്ട് അവിടെ ഭയങ്കര പ്രശ്നം നടക്കുവാണ്. എല്ലാവരും പിടിച്ചു മാറ്റാൻ നോക്കുന്നുണ്ടെങ്കിലും സച്ചി അത്ര നേരം ക്ഷമയോടെ നിന്നതാണ്. എല്ലാ ദേഷ്യവും കൂടി ഒന്നിച്ച് തീർക്കുവാണ്. വർഷയുടെ അച്ഛനെ നല്ലോണം ഇടിക്കുവാണ്. അപ്പോൾ ഈ സീൻ കണ്ടുകൊണ്ടാണ് വർഷയും ശ്രീകാന്തും കൂടി പുറത്തുനിന്ന് ഹോളിലോട്ട് വരുന്നത്. ഇവർ കാണുന്നതും ഈ സീൻ കാണുന്നതും ഞെട്ടിപ്പോകുകയാണ്. കാരണം അച്ഛനിട്ട് ഇടിക്കുകയാണല്ലോ, വർഷയുടെ അച്ഛനാണല്ലോ സച്ചി ഇടിക്കുന്നത്. ശ്രീകാന്തും എല്ലാവരും കൂടി എന്നിട്ട് സച്ചിയും മധുസൂദനെയും പിടിച്ചു മാറ്റുവേ. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ക്ഷമയോടെ ഞാൻ ഇത്രയും നേരം സംസാരിക്കാൻ ശ്രമിച്ചു, പക്ഷേ ഇയാൾ സമ്മതിക്കുന്നില്ല, എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണെന്ന് പറഞ്ഞിട്ട് ഇടിച്ചുകൊണ്ടിരിക്കുകയാണ് വർഷയുടെ അച്ഛനെ. എന്നിട്ട് ലാസ്റ്റ് എല്ലാവരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരെയും പിടിച്ചു മാറ്റുമ്പോഴേക്കും ശ്രീകാന്ത് പറയും, സച്ചിയേട്ടൻ എന്താ ഭ്രാന്താണോ, എന്തിനാണ് ഇവളുടെ അച്ഛനെയൊക്കെ പിടിച്ച് ഇടിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ശ്രീകാന്ത് സച്ചിയെ ചീത്ത പറയുവാണ്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ഭ്രാന്ത് നിൻ്റെ അമ്മായിയപ്പനെ, നീ അയാളോട് ചോദിച്ചു നോക്കി ഇവിടെ എന്താ നടന്നതെന്ന് പ്രശ്നമൊന്ന്. അപ്പോൾ വർഷ പറയും, എന്ത് പ്രശ്നം നടന്നാലും എൻ്റെ അച്ഛനടിക്കാൻ നിങ്ങളാരാന്ന് പറഞ്ഞ് ഇംഗ്ലീഷിൽ കുറേ തെറിയൊക്കെ വിളിക്കും. വന്നിട്ട് വർഷ സച്ചിയെ. അപ്പോൾ സച്ചി ഇതൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ രവീന്ദ്രൻ പറയും, വർഷയെ നീ പ്രശ്നം എന്താണെന്ന്, കാര്യം എന്താണെന്ന് ആദ്യം അറിയും. നിൻ്റെ അച്ഛൻ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് അറിയും ഇവിടെ കിടന്ന്. എന്തൊക്കെ പറഞ്ഞാലും ശരി, എൻ്റെ അച്ഛൻ അടിക്കാൻ ഇവൻ ആരാന്നൊക്കെ പറഞ്ഞ് വർഷ ചീത്ത പറയുവാണ്. മഹിമയാണെങ്കിൽ കൂട്ടത്തിൽ നിന്നുകൊണ്ട് വർഷയെ ഒന്നുകൂടെ ദേഷ്യം പിടിപ്പിക്കുവാണ്. നമ്മുടെ ചന്ദ്രയും സച്ചിക്ക് ഓപ്പോസിറ്റാണ് സംസാരിക്കുന്നത്. ഇവന് ഞാൻ ഈ പരിപാടിക്ക് കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞത്, എവിടെയെങ്കിലും കൊണ്ടുവന്നാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കും ഈ സച്ചി, ഇവൻ മര്യാദക്ക് വീട്ടിലിരുന്നാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞ് ചന്ദ്രയും ചീത്ത പറയുവാണ് സച്ചിയെ. അപ്പോൾ മഹിമ പറയുന്നുണ്ട്, ഞങ്ങളുടെ വീട്ടുകാരുടെ ബന്ധുക്കളുടെയൊക്കെ മുമ്പിൽ വെച്ചിട്ട് ഇവൻ ഞങ്ങളുടെ നാണം കെടുത്തി, ഇവൻ കാരണം ഞങ്ങളുടെ എല്ലാം പോയി, അഭിമാനങ്ങളും എല്ലാം നഷ്ടപ്പെട്ടു, എൻ്റെ ഭർത്താവിന് എന്തടിയാണ് ഇവൻ അടിച്ചതെന്നൊക്കെ പറയുമ്പോഴേക്കും രവീന്ദ്രനൊക്കെ പറയുന്നുണ്ട്, അടിച്ചതോ, നിങ്ങളുടെ ഭർത്താവ് എന്ത് വർത്തമാനമാണ് പറഞ്ഞത്, അതുകൊണ്ടല്ലേ അവൻ അടിച്ചതെന്നൊക്കെ. അപ്പം മധുസൂദനൻ പറയും, ഞാൻ എന്തു പറഞ്ഞു, ഈ പെർക്കിയുടെ ഭാര്യ ഭയങ്കര കള്ളിയാണ്, അവൾ മോഷ്ടിക്കുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാന്ന് പറയുമ്പോഴേക്കും സച്ചി പറയും, ഇനി എൻ്റെ ഭാര്യയെ പറ്റി ഒരാളും മോശമായിട്ട് പറഞ്ഞാൽ പിന്നെ അയാൾക്ക് നാവുണ്ടാവില്ല എന്ന് പറഞ്ഞ് മധുസൂദനനെ വീണ്ടും ഇടിക്കാൻ പോവുകയാണ്. അപ്പോഴേക്കും എല്ലാവരും കൂടി പിടിച്ചു മാറ്റും. അപ്പോൾ ചന്ദ്ര പറയും, എന്താടാ സച്ചി നിനക്ക്, ഇതാണ് ഇവനോടൊന്നും പരിപാടിക്കൊന്നും വരണ്ടെന്ന് പറഞ്ഞത്, മര്യാദക്ക് അവിടെ വീട്ടിലെടുത്തിയാൽ മതിയായിരുന്നു. അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, എന്താ ചന്ദ്രേ, അവർ പറഞ്ഞത് നീ കേട്ടതല്ലേ, നമ്മുടെ രേവതിയെ പറ്റി എന്തൊക്കെയാണ് പറഞ്ഞത്, അതുകൊണ്ടല്ലേ സച്ചി ഇടിച്ചെന്ന് പറയുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, പിന്നെ അവൾ എങ്ങനെ നമ്മുടെ വീട്ടിലോട്ട് വന്ന കഥയൊക്കെ ഇവർക്കറിയാലോ, അപ്പം അവർ പറഞ്ഞതിൽ ആശ്ചര്യപ്പെടാനൊന്നും ഇല്ലയെന്ന് പറയുമ്പോൾ സച്ചിക്ക് ഒന്നുകൂടെ ദേഷ്യം പറയുന്നുണ്ട്. സച്ചി പറയുന്നുണ്ട്, അച്ഛാ അമ്മേനോട് മിണ്ടാണ്ടിരിക്കാൻ പറഞ്ഞു, അല്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറും, എൻ്റെ ഭാര്യയെ ആര് കുറ്റപ്പെടുത്തിയാലും അവരെയൊന്നും ഞാൻ പിന്നെ വെച്ചേക്കില്ല എന്ന് പറഞ്ഞ് സച്ചി ചീത്ത പറയുകയാണ്. വീട്ടിൽ തന്നെ ഇരുന്നാൽ മതിയായിരുന്നു, പിന്നെ അച്ഛനും ഈ ശ്രീകാന്ത് നിർബന്ധിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ പരിപാടിക്ക് വന്നതെന്ന് പറയുമ്പോൾ ശ്രീകാന്ത് പിന്നെയും ദേഷ്യപ്പെട്ട് വരുവാണ് സച്ചിയുടെ അടുത്ത്. എന്താണ് സച്ചി ഏട്ടാ, ഞാൻ വിളിച്ചിട്ട് വന്നു എന്ന് പറഞ്ഞു എന്ന് വെച്ചാൽ എൻ്റെ അച്ഛനെ കയറി അടിക്കാൻ ആര് പറഞ്ഞു, വർഷയുടെ അച്ഛൻ എന്ന് പറയുന്നത് എൻ്റെ അച്ഛനും കൂടിയാണ്, ആ അച്ഛൻ അടിച്ചത് തെറ്റ് തന്നെയാണ്, സച്ചിയേട്ടൻ സോറി പറയാമെന്ന് പറയുമ്പോഴേക്കും ഞാൻ എന്തിനാണ് സോറി പറയുന്നത്, അയാൾ ചെയ്ത തെറ്റ് എന്താണെന്ന് നീ ആദ്യം പോയി മനസ്സിലാക്കുമെന്ന് പറഞ്ഞ് അവിടെ രണ്ടുപേരും കൂടി ചേട്ടനും അനിയനും കൂടി തല്ല് പിടിക്കുവാണ്. ശ്രീകാന്തിന് എന്തൊക്കെ പറഞ്ഞാലും വർഷയുടെ അച്ഛനാണ്.
വർഷമാണെങ്കിൽ നല്ല ദേഷ്യവും വന്നിരിക്കുവാണ്. മഹിമ ദേഷ്യം കൂട്ടിക്കൊണ്ടും ഇരിക്കുന്നുണ്ട്. ശ്രീകാന്തിന് ശരിക്കും പ്രശ്നം എന്താണെന്ന് പോലും അറിയത്തില്ല. പക്ഷേ അച്ഛനെ തല്ലിയത് കൊണ്ട് തന്നെ ശ്രീകാന്തിന് നല്ല ദേഷ്യമുണ്ട് സച്ചിയോട്. അത് സച്ചിയോട് പ്രകടിപ്പിക്കുന്നുണ്ട്. രണ്ടുപേരും കൂടി തല്ലുപിടിക്കാനൊക്കെ പോകുന്നുണ്ട്. സച്ചി പറയുന്നുണ്ട്, കാര്യം നീ മനസ്സിലാക്കിയിട്ട് എന്നോട് പ്രശ്നം ഉണ്ടാക്കാൻ വന്നാൽ മതി എന്ന് പറഞ്ഞ് രേവതിയെ വിളിച്ച് സച്ചി പോകുവാണ്. എന്തായാലും ശ്രീകാന്ത് ഇനി ആരുടെ ഭാഗത്തായിരിക്കും നിൽക്കുന്നതെന്ന് വരും എപ്പിസോഡുകളിൽ നമുക്ക് കണ്ടറിയാം. അപ്പോൾ ചെമ്പനീർപ്പൂവിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാവർക്കും നന്ദി.